എന്നാലും എന്നെ മാധവേട്ടാ, മിന്നുന്ന ബൾബിന്റെ വേല അവന്മാര് നമ്മളെ ചവിട്ടി ഇറക്കിയല്ലോ. ഞാൻ കിളിപ്പീര് ജോസാണ്, കീരിക്കാടൻ ജോസിന്റെ ഫാനാണ്, കർത്താവാണ്. അവന്മാരെ മണ്ണിൽ വാഴിക്കില്ല. കീരിക്കാടന്റെ കിണ്ടി അപ്പക്കരി പൊട്ടിക്കണ്ടായിരുന്നു. അതിന് ഞാൻ അവിടെ ഇല്ലല്ലോ. ഓ ഉണ്ടായിരുന്നു, നീ മലത്തിയനെ. ഇതാ ഒരു മറ്റവന്മാരുടെ കമ്മിറ്റിക്കാൻ വരാത്തത്. ചുമ്മാ പിക്കി തോണ്ടി നക്കി മൊണ്ണകള്. നീ കളിക്കല്ലേ, നീയോ ലിസ്റ്റ് ഉണ്ട്. മിന്നിത് കണ്ട എടാ, നീ കണ്ടില്ലേ? എടാ നീ ഇറക്കുന്നു അവിടെ വെച്ചേ. എടാ നമ്മളെ ഒഴിവാക്കി അവന്മാരിവിടെ മിന്നിക്കുന്നത് നമുക്കൊന്ന് കാണണം. എടാ ഉത്സവമായിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇല്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവന്മാരുടെ തെറിയും കേട്ട് കിട്ടേണ്ട പണിയും പോയി തലവടി മുണ്ടുകൂട്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. കൊടുക്കുന്നുണ്ട്, ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ മീശ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കിടന്ന് ചാവാതറ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അവന്മാർക്കിട്ട് 2 പൊട്ടിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ കൂടെ നിൽക്കുവോ? പൊട്ടിക്ക. പക്ഷെ ഇപ്പോഴല്ല, 10ാം ഉത്സവത്തിന്റെ അന്ന്, ആറാട്ടിന്റെ അന്ന് നാടൻ തല്ല്. അതാണ് നാട്ടു നടപ്പ്. അത് മതി. ഈ അടിക്കാനും പിടിക്കാനും പോകുന്നതിന് മുമ്പ് രണ്ടുപേരോട് ഒരു കാര്യം പറയാം. ഉത്സവത്തിന് പടം ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെന്താ? ഇന്നാണെങ്കിൽ ഇൻസ്പെക്ഷൻ വന്നവന്മാരെ മൂത്രപ്പര ശരിയില്ലെന്ന് പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാതെ പോയി. അതിന് ഈ 2 മണിക്കൂർ മുള്ളായിരുന്നാ പോരെ? ഞാനും അത് പറഞ്ഞു നോക്കിയതാ. ആവന്മാർ മുള്ളിച്ചേ അടങ്ങും. ഈ പഞ്ചായത്തുകാരുടെ ഒരു പിടിവാശി. വിനയ് ഭായി, ഈ പച്ച നീലവയറ് കൊടുക്കണോ അതോ അപ്ലക്കി കൊടുക്കണോ? നിന്റെ മറ്റേടത്ത് നീ എന്റെ മേടിക്കും കേട്ടാ. നീ പറഞ്ഞിട്ടുണ്ടോ? എടാ കോട്ടയം കുഞ്ഞച്ചന്റെ കാര്യം ശരിയായിട്ടുണ്ട്. പക്ഷെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ജനറേറ്ററും കൂടെ വാടക എടുക്കേണ്ടി വരും. അതിനും ഭഗവാനെ തന്നെ കാണേണ്ടി വരും. അതിനുള്ള വഴിയാ ആ പന്നികൾ അടച്ചത്. ഇനിയും ഭഗവാന്റെ മുന്നിൽ തന്നെ പോയി നിൽക്കണ്ടേ? എനിക്ക് ഉറപ്പാ ഇത് അയാളെ മനഃപൂർവ്വം നമുക്കിട്ട് പണിതാ. മാധവ, അയാളോട് കാശ് ചോദിക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഭഗവാൻ ആളൊരു കുറുക്കനാ. സൂക്ഷിച്ചില്ലെങ്കിൽ കാലിനിടയിലെ മണ്ണ് വരെയുള്ള തോണ്ടിക്കൊണ്ടു പോകും. അത് ശരിയാ. പക്ഷെ നാളിതുവരെ ഉത്സവപ്പടം കളിക്കാതിരുന്നിട്ടില്ല. എന്തായാലും വേണ്ടില്ല, ഉത്സവത്തിന് പടം ഇറക്കിയേ പറ്റൂ. മരിക്കോ? പേടിക്കണ്ട, ഇത് കൂട്ടിമുട്ടുന്നോടുകൂടി പ്രാവശ്യത്തെ KCB അവാർഡ് എനിക്കാണോ? കണ്ട ആദ്യം പോലെ ഞാൻ പറയലോ അവന്റെ ഒരു മാധവ, ഉത്സവത്തിനേതാ പടം? കോട്ടയം കുഞ്ഞച്ചനാ പറഞ്ഞിരിക്കുന്നത്. എന്താ മാധവ? മാധവന് ഇത്തിരി പൈസയുടെ ആവശ്യം. ഉത്സവം പ്രമാണിച്ച് പുതിയ പടം ഇറക്കാനാണെന്ന്. തരാനുള്ളത് തിരികെ തന്നിട്ട് പോരെ മാധവ, പുതിയ പടം ഇറക്കലൊക്കെ. അടുത്ത ഓട്ടം കഴിയുമ്പം തിരിച്ചു തന്നേക്കാം മേനോ സാറേ. ഉത്സവത്തിന് നല്ല ആള് കയറും. താൻ ഈ കളക്ഷൻ്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ചു കാലമായി. അയ്യോ, തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്നാ വിചാരം? ഞാൻ തന്നു. ഓജ എന്തോ നടത്തുക. ശരി, ഇത്തവണ കൂടി ഞാൻ കാശ് തരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അച്ഛാ, വെള്ളം ചോദിച്ചായിരുന്നോ? ആത്തേക്ക് കയറിപ്പോടി. ഒരു 100 തവണ വിളിച്ച വിളിയാക്കാത്തവള വെള്ളം വേണോന്ന് കയറിപ്പോയാത്തേക്ക്. ശത്രുക്കൾക്ക് പോലും വെള്ളം കൊടുക്കാറുണ്ട്. ഒരുങ്ങിക്കെട്ടി വന്നോളും ഓരോന്ന്. അതെങ്ങനെയാ? മൂത്തവളെ കണ്ടല്ലേ പഠിക്കൂ അല്ലേ? മാധവനൊന്നും പറഞ്ഞില്ല. അല്ല മേനോ സാറേ, ഈ നിബന്ധന എന്ന് പറയുമ്പോൾ ഈ വരുന്ന മീനം 23-ാം തീയതി, അതായത് 8ാം ഉത്സവത്തിൻ്റെ അന്ന് താൻ എനിക്ക് തരാനുള്ള പണം മൊത്തം വേണ്ട, 3/4 ഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം. ഞങ്ങൾ തന്നോളാം. ഇവൻ്റെ വായൊന്നല്ല, മാധവൻ തന്നെ പറയണം. ഇതാ ഉറപ്പിക്കണോ? പറഞ്ഞു. ഞാൻ തന്നോളാം മേനോ സാറേ. ഗോവാച്ച, അതിൻ്റെ ഒരു ഒപ്പ് വെച്ചിട്ട് ഗോവാച്ചൻ്റെ അടുത്ത് വാങ്ങിച്ചോ. ഓ, കയ്യിലോട്ടിട്ടു. പിന്നെ മാധവ, പറഞ്ഞ സമയത്ത് പണം ഇങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ മേനോൻ ഭഗവാനാണ്, വില്ലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥലം
ഞാനങ്ങ് എഴുതിയെടുക്കും. ഉത്സവത്തിന് കാണാൻ ടാറ്റ. വാടക അല്ല, ഒരു പാറ്റ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പെരുവത്ത് കടവിനെ കാക്കുന്ന മഹാദേവന്റെ മണ്ണിൽ ഇനി ഉത്സവത്തിന്റെ നാളുകൾ. ഈശോ മറിയം മൗസേപ്പേ മറിയം വന്ന് ഇവിടെ കൂതി തോത്തു ആയിരുന്നോട്ടാ ആദ്യമായിട്ടാണേ. കമ്മിറ്റിയുടെ പ്രത്യേക അറിയിപ്പ്. കഴിഞ്ഞ തവണത്തെ പോലെ മറ്റു കരക്കാരുടെ തോരണം, ബാനറുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ട തക്കതായ ശിക്ഷാ നടപടികൾ ഉണ്ടായില്ല. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 8 മണിക്ക് തന്നെ ഹനുമാനാട്ടം. ഞാൻ ആദ്യമായിട്ട് കട്ടത് അവളുടെ ചോറ്റും പാത്രം. രംഗത്ത് ഹനുമാനായി വിനയചന്ദ്രൻ, രാവണനായി കിളിപ്പീരി ജോസ്, ലക്ഷ്മണനായി കോണേൽ അളിയൻ രഘു, അപ്പുണ്ണി, രചന സംവിധാനം ഹലോ, നീറിരാജൻ. അച്ഛനാ തട്ടക്കാറാൻ പോകുന്ന അനുഗ്രഹിച്ചേക്കണേ. പിടിച്ച് വീണ വയ്ക്കാണ്. എങ്ങനെയുണ്ടാ കൂളിംഗ് ഗ്ലാസ്? ഒരു ഫോട്ടോ എടുക്കാം. രാവണ വരൂ. ഇതെന്ത് ഫോട്ടോ നോക്കിക്കോ മോനെ, ഭാവിയിൽ ഇതൊരു സംഭവം. നീ വൃത്തിയുടെ കാണിക്കില്ല. അമ്പലപ്പുറമ്പാണ് പിടിയട രാവണ. ഈ പ്രാവശ്യവും അമ്പലപ്പുറമിന്ന് തല്ലിട്ട് തോന്നണ ഭഗവാനെ. തല്ലണം ഓടട്ടെ. ബലൂൺ 1, അവര് വരും. ബലൂൺ 2. ഒന്ന് നോക്കി വെച്ചേക്കെ. താലപ്പൊലി ഏന്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ പുറകിൽ നിൽക്കുന്ന ഉല്ലാസിന്റെ ശ്രദ്ധയ്ക്ക്. ഉല്ലാസ, നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നീ വരുന്നില്ല. ഞാൻ വരാം. അമ്മ പോയിക്കോ. ഈശ്വര, ഈ പ്രാവശ്യം തല്ലുവിളിക്കല് പോവാനെ. അതെ, ഞാൻ അകത്ത് പോകാം. ഞാനും വരാം. വേണമെന്നില്ല. ഇതെടുത്താകും. തന്നെ തുടങ്ങിക്കോളൂ. നിന്റെ പാതാരബിന്ദങ്ങൾ തൊട്ട് ഭഗവാന്റെ ചെരുപ്പും കൊണ്ട് അടിയാൻ പോവാണേ. നല്ല പ്രാർത്ഥന. ആരും കണ്ടില്ല. എവിടെ? ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? വിനയേട്ടാ, അച്ഛനും അമ്മയുണ്ട്. വേഗം പോണു. എന്റെ പൊന്നോ, ആണ്ടിനും സംക്രാന്തിക്ക് ഒന്ന് കാണുന്നത് തന്നെ. അതിനിടയ്ക്ക് അച്ഛനും അമ്മയും പോകാൻ പറ. ഇങ്ങനെയൊക്കെ ഇപ്പൊ കണ്ടാ മതി. അച്ഛൻ അറിഞ്ഞാ ഭിത്തിയിൽ പടായിട്ടിരിക്കേണ്ടി വരും. നിന്റെ തന്തപ്പടിക്കേ ഞാൻ ഒരു പണിയുന്നുണ്ട്. വിനയേട്ടാ, ഞാൻ പോവാ. അച്ഛൻ അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ. അങ്ങനെയൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലെന്നേ. അതിനുള്ള പണി ഒപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. എന്ത് പണി? ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നമ്മുടെ മേനോൻ സാറിന്റെ വെള്ള ലെതർ ചപ്പൽ ഒന്ന് ശ്രദ്ധിക്കൂ. കാണാനില്ല. കണ്ടുകിട്ടുന്നത് ദയവ് ചെയ്ത് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടത്. ഇങ്ങനെ ഇരിക്കും വിനയ ഹനുമാനോട് കളിച്ചാൽ.
പിന്നീട് എപ്പോഴും തമാശ. ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? കിട്ടിപ്പോയി. വാക്മാനോ? ഇതെവിടുന്നാ? നിനക്ക് വേണ്ടി കാശ് കൂട്ടി കൂട്ടി വെച്ച് ഞാൻ വാങ്ങിയതാ. ഫോറിനാ. എങ്ങനെയുണ്ട്? അയ്യോ ഇതേ അച്ഛൻ. ഇവിടെ എടാ വിനിയ, എനിക്കറിയായിരുന്നടാ നീ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നു. ഹനുമാൻ സ്വാമിയും ഉമ്മയും അല്ലേ? മാച്ചാവൂല. അമ്പലപ്പറമ്പിൽ തോന്നിയ ദിവസം കാണിക്കണം. ഇങ്ങോട്ട് വന്നേ. ഷുഹയുടെ അവള് നിന്റെ എവിടെയാണോ വെച്ചേ? കവളത്താന്ന് തോന്നുന്നു. ഒരു മരവ് പോലെ. എന്റെ ഈശ്വര, മിന്നുന്ന ബൾബ് കൊണ്ട് അവന്മാർക്കിട്ടൊരു പണി കൊടുത്തപ്പോ അവൻ വീട്ടിൽ കയറി മിന്നിച്ചല്ലോ. എന്റെ ഭഗവാനെ.